ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിന്ന് ഏത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, താമര. താമര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ് അല്ലേ താമര എന്ന് പറയുന്നത്. അത് നമ്മൾ വീട്ടിലും മുറ്റത്ത് തന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അല്ലേ. ഇവിടെ ഞാനും ഈ താമര അടുത്ത കാലത്താണ് പരീക്ഷിച്ചത്. അതുവരെ എനിക്കൊരു പേടിയായിരുന്നു, ഈ താമര നമ്മൾ ശരിയായ രീതിയിൽ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആശങ്കയെല്ലാം ദൂരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ താമര വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ താമര എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. അതുപോലെ തന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ്. അതായത് ഒരു ദിവസം മുഴുവനുള്ള സൺലൈറ്റ് കിട്ടുവാണെങ്കിലും അത്രയും നല്ലതാണ് ഇതിൻ്റെ വളർച്ചയ്ക്കും. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകാനും അത് ഗുണം ചെയ്യും. ഈ കാണുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ഏകദേശം ഒരു 15-16 പെറ്റൽസേ ഉള്ളൂ. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിന് അപാര സുഗന്ധം കൂടിയാണ് കേട്ടോ. വളരെ അട്രാക്ഷനുള്ള ഒരു ഫ്ലവറാണിത്. നമുക്കിത് നടാൻ സീഡ്സും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ട്യൂബേഴ്സും ഉപയോഗിക്കാം. ഞാനിവിടെ ട്യൂബേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി നട്ടത് കഴിഞ്ഞ ജൂലൈ, അതായത് 2025 ജൂലൈ 10-നാണ് നമ്മൾ ഈ ട്യൂബർ നട്ടത്. ഇന്ന് നോക്കൂ, ഇന്ന് സെപ്റ്റംബർ 7, അതായത് ഏകദേശം 2 മാസേ ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കി എത്രമാത്രം ഗ്രോത്തും ഫ്ലവേഴ്സും ആണ് വന്നിരിക്കുന്നത്. അടുത്തൊരു വെറൈറ്റി കാണിച്ചത്, ഇത് പിങ്ക് ക്ലൗഡ് എന്ന പേര്. അതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ ക്ലൗഡഡ് ആയിട്ടാണ് ഇരിക്കുക. കൂടുതൽ അത് വിരിഞ്ഞു വരില്ല. മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ ആവശ്യം ഈ പ്ലാന്റിനില്ല. ഇത് നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ അടിവളമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി ചേർത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്ലി നമ്മൾ ഫെർട്ടിലൈസേഷൻ ആവശ്യമില്ല. നിർബന്ധമാണെങ്കിൽ മാത്രം ലീവ്സൊക്കെ ഫെയ്ഡായി വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ചെറിയ രീതിയിൽ ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഷൻ കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.